പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ റയോപ്റ്റിക്സിൽ സൈൻ കൺവെൻഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ മിറർ ഫോർമുല എന്താണ് മിറർ ഫോർമുല ഡിറൈവ് ചെയ്യാനും പോവാണ്. മിറർ ഫോർമുല നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയൊന്നുമല്ല. നിങ്ങൾ ഹൈസ്കൂളിലും മിറർ ഫോർമുല പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച സൈൻ കൺവെൻഷൻ, അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ നമ്മൾ ഇന്നത്തെ ഡെറിവേഷനിലും ഇനി വരാനിരിക്കുന്ന ഡെറിവേഷനുകളിലുമായിട്ട് നമ്മൾ സംസാരിക്കും. മിറർ ഫോർമുല എന്ന് നമ്മൾ വിളിക്കുന്നത് ഏതൊരു മിററിൻ്റെയും സ്ഫെരിക്കൽ മിററിൻ്റെയും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ആൻഡ് ഫോക്കൽ ലെങ്ത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒബ്ജക്റ്റും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ യു റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇമേജ് ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ വി, അത് ഇമേജും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇമേജ് ഡിസ്റ്റൻസ്. ആൻഡ് എഫ് ഫോക്കൽ ലെങ്ത്. ഇവരെ മൂന്ന് പേരെയും കണക്ട് ചെയ്യുന്ന ഏത് റിലേഷനെയും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മിറർ ഫോർമുല എന്ന് വിളിക്കാം. അപ്പോൾ ആരാണ് മിറർ ഫോർമുല എന്ന് ചോദിച്ചാൽ, എനി റിലേഷൻ കണക്റ്റിംഗ് യു, വി ആൻഡ് എഫ് ഓഫ് എ സ്ഫെരിക്കൽ മിറർ ഈസ് കോൾഡ് മിറർ ഫോർമുല. മനസ്സിലായല്ലോ? അപ്പോൾ മിറർ ഫോർമുല നമുക്ക് കോൺകേവ് മിററിന്, കോൺവെക്സ് മിററിന്, അത് തന്നെ നിങ്ങൾക്കറിയാം, കോൺകേവ് മിറർ ക്യാൻ പ്രൊഡ്യൂസ് ബോത്ത് റിയൽ ആൻഡ് വെർച്വൽ ഇമേജസ്. കോൺവെക്സ് മിറർ ആൾവേസ് പ്രൊഡ്യൂസസ് വെർച്വൽ ഇമേജസ്. ഈ കേസിലൊക്കെ നമുക്ക് മിറർ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ മിറർ ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഇതിലേത് ഒരു ഡയഗ്രം നിങ്ങൾക്ക് വരയ്ക്കാം. അതായത് കോൺകേവ് മിറർ ഫോമിംഗ് റിയൽ ഇമേജിൻ്റെ ഡയഗ്രം വരച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. കോൺകേവ് മിറർ ഫോമിംഗ് വെർച്വൽ ഇമേജിൻ്റെ ഡയഗ്രം വരച്ച് നിങ്ങൾക്ക് മിറർ ഫോർമുല ഡിറൈവ് ചെയ്യാം. അതല്ല, കോൺവെക്സ് മിറർ വിച്ച് ആൾവേസ് ഫോംസ് വെർച്വൽ ഇമേജസ് അതിലെ ഡയഗ്രം വരച്ചിട്ടും നിങ്ങൾക്ക് മിറർ ഫോർമുല ഡിറൈവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ ഫോമിംഗ് റിയൽ ഇമേജിൻ്റെ ഡയഗ്രാമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ച ഇമേജസ് ഫോംഡ് ബൈ എ കോൺകേവ് മിറർ, ഇമേജസ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ, ഇത് ഒക്കെ നിങ്ങൾക്ക് മൈൻഡിൽ വളരെ ക്ലിയർ ആയിട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം എവിടെ ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെ, ഇന്ന സ്ഥലത്ത് ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെ ഇമേജ് ഫോം ചെയ്യും എന്നതിനെക്കുറിച്ച് നല്ല ധാരണ നിങ്ങൾക്ക് വേണം. അതോടൊപ്പം തന്നെ അത് റിയൽ ഇമേജ് ആണോ, വെർച്വൽ ഇമേജ് ആണോ, ഇൻവേർട്ടഡ് ആണോ, ഇറക്റ്റ് ആണോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ലെറ്റ് മീ കൺസിഡർ എ കോൺകേവ് മിറർ ഫോമിംഗ് റിയൽ ഇമേജ്. കോൺകേവ് മിറർ ഫോമിംഗ് റിയൽ ഇമേജ്. ടെക്സ്റ്റ് ബുക്കിലെ സെയിം ഡയഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ വരയ്ക്കണത്, അല്ലാതെ നിങ്ങളിത് നോക്കിയിരിക്കില്ല, വരയ്ക്കൽ നിർബന്ധമാണ്. നോക്കൂ, ഇതാണ് കോൺകേവ് മിറർ, കാണുന്നുണ്ടല്ലോ, കോൺകേവ് മിറർ. കോൺകേവ് മിറർ, ദിസ് ഈസ് പോൾ ഓഫ് ദ മിറർ, ഫോക്കസ്, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് സി. നിങ്ങൾക്കറിയാവുന്ന പോലെ ഓയിൽ നിന്ന് ഒരു പാരലൽ റേ ഓഫ് ലൈറ്റ് പോയി, അത് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ പാസ് ചെയ്തു, കണ്ടല്ലോ. ഓക്കെ, മറ്റൊരു റേ ഓഫ് ലൈറ്റ് നോക്കൂ. ഇവിടെ ഓയിൽ നിന്ന് പോളിലേക്ക് അത് അവിടെ ഇൻസിഡൻറ്റ് ചെയ്തു, അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നോക്കൂ, അതും അതേ പോയിന്റിലൂടെ പാസ് ചെയ്തു. യഥാർത്ഥത്തിൽ ഈ രണ്ട് ലൈറ്റ് റേസും തന്നെ നമുക്ക് ഇനഫാണ്. പിന്നെ ഞാൻ അവിടെ സീലൂടെ ഉള്ളതും വരച്ചത് മാത്രം, സീലൂടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ. ഓക്കെ, ഇതിലേതെങ്കിലും, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം മതി നമുക്ക് ഇമേജ് ഫോർമേഷന് വേണ്ടിയിട്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. മീൻസ് ഇമേജ് ഫോർമേഷൻ അല്ല, ഇമേജ് ഫോം ചെയ്യുന്ന റേ ഡയഗ്രം വരയ്ക്കാൻ നമുക്ക് രണ്ടെണ്ണം മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു, ഇമേജ് ഡിസ്റ്റൻസ് ആൻഡ് ഫോക്കൽ ലെങ്ത്, ഇവരെയാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതല്ലേ ഒബ്ജക്റ്റ്, ഇത് പോള്. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വിളിക്കുന്നത്. അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത്, കണ്ടോ, യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, പോളും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇവിടെയാണല്ലോ ഇമേജ് ഫോം ചെയ്തത്. അപ്പോൾ ഇമേജും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടോ, ഇമേജ് പോള് തമ്മിലുള്ള ഡിസ്റ്റൻസ് വി. ദെൻ ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഈ യു, വി, എഫ് ഇവരെയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അതിന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡെറിവേഷൻ പഠിച്ചാൽ ഇത് തന്നെയാണ്. ഇനി ലെൻസിൻ്റെ കേസിലും ഇതേ സ്റ്റൈലാണ് ഡെറിവേഷന്, സെയിം സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നോക്കുക, നമ്മൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ പേഴ്സ് കണ്ടെത്തണമുണ്ട്. സിമിലർ ട്രയാങ്കിൾസിൻ്റെ പേഴ്സ് കണ്ടെത്താം.
ആൾസോ ഈ എ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു പി. അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊരു പാരാക്സിയൽ റേ ആവുള്ളൂ. പാരാക്സിയൽ റേ ആണ് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നത്. മാർജിനൽ റേസ് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ പാസ് ചെയ്യില്ല എന്ന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ അണ്ടർസ്റ്റുഡ് ഫാക്ട് ദാറ്റ് എ ഈസ് വെരി ക്ലോസ് ടു പി ഓർ ഹെൻസ് എ പി ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സ്ട്രൈറ്റ് ലൈൻ. നൗ സേ കൺസിഡർ triangle OBP കണ്ടോ, OBP ഈ ട്രയാങ്കിൾ, ഇതാ OBP ഈ ട്രയാങ്കിൾ കണ്ടല്ലോ. അതുപോലെ ട്രയാങ്കിൾ IMP ആർ സിമിലർ ട്രയാങ്കിൾസ് നോക്കൂ. IMP ഈ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസാണ്. സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താ? സിമിലർ സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നോക്കൂ, ഈ ട്രയാങ്കിളിൻ്റെ OBക്ക് സിമിലർ ആയിട്ട് ഇവിടെ ആരാ? IM. അപ്പോൾ നോക്കൂ, OB ഡിവൈഡഡ് ബൈ IM ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ സൈഡായി. ഇനി ഞാൻ ഈ സൈഡ് എടുക്കാൻ പോകാം. ഇതിൻ്റെ ഈ ലെങ്ത് ഉള്ള സൈഡ്, അതായത് BP. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ സൈഡ് ഏതാ? MP. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? യെസ്. OB ഡിവൈഡഡ് ബൈ IM ഈക്വൽ ടു BP ബൈ MP. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ക്ലിയർ അല്ലേ? ഞാൻ അടുത്ത സിമിലർ ട്രയാങ്കിളിൻ്റെ പെയർ എടുക്കാൻ പോവാം. അടുത്ത സിമിലർ ട്രയാങ്കിളിൻ്റെ പെയർ നോക്കൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. APF അതേപോലെ IMF. ഇതാ ഈ ട്രയാങ്കിളും APF IMF നോക്കൂ. ട്രയാങ്കിൾ APF ആൻഡ് ട്രയാങ്കിൾ IMF ആർ ആൾസോ സിമിലർ. അതും സിമിലർ ആണ്, ആൾസോ സിമിലർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? നോക്കൂ, AP ഡിവൈഡഡ് ബൈ IM ദാറ്റ് ഈസ് ഈക്വൽ ടു FP അല്ലേ, അല്ലെങ്കിൽ PF ഡിവൈഡഡ് ബൈ MF. PF ഡിവൈഡഡ് ബൈ MF. റെഡി അല്ലേ? ഓക്കെ, ഇത് നോക്കൂ. AP എന്ന് പറഞ്ഞത് ഈ സ്ട്രൈറ്റ് ലൈൻ ആണല്ലോ. ഞാൻ പറഞ്ഞു ഇത് A ഈസ് വെരി ക്ലോസ് ടു B സിൻസ് ഇറ്റ് ഈസ് എ പാരാക്സിയൽ റേ. അങ്ങനെയാണെങ്കിൽ ഇത് Fലൂടെ പാസ് ചെയ്യുള്ളൂ. നമ്മളത് എൻലാർജ് ചെയ്ത് വരച്ചാണ്. അപ്പോൾ AP എന്ന് പറഞ്ഞതും OB എന്താണ്? ഈക്വൽ അല്ലേ? ഞാൻ കൊടുക്കുകയാണ് ബട്ട് AP ഈസ് ഈക്വൽ ടു OB. ദർഫോർ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? APക്ക് പകരം OB ഡിവൈഡഡ് ബൈ IM ദാറ്റ് ഈസ് ഈക്വൽ ടു PF ഡിവൈഡഡ് ബൈ MP. ഇക്വേഷൻ നമ്പർ 2 നോക്കൂ. 1ഉം 2 ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഇതിൻ്റെ 1ൻ്റെ LHS എന്താ? OB ബൈ IM. സെക്കൻഡ് ഇക്വേഷൻ LHS എന്താ? OB ബൈ IM. ദാറ്റ് മീൻസ് ഫ്രം ഇക്വേഷൻസ് 1 and 2 നമുക്ക് എന്ത് എഴുതാം? LHS ഈക്വലാണ്, അപ്പോൾ RHS ഈക്വലാണ്. അപ്പോൾ RHS BP ഡിവൈഡഡ് ബൈ MP ദാറ്റ് ഈസ് ഈക്വൽ ടു PF ഡിവൈഡഡ് ബൈ MP. നമുക്ക് ഈ ഇക്വേഷനിലുള്ള ആളുകളൊക്കെ നമുക്ക് ആവശ്യമുള്ള റെലവൻറ്റ് ടേംസ് ആണോ എന്നോ ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മളെ റെലവൻറ്റ് ടേംസ്. നോക്കൂ, BP ആരാണ്? U. ഓക്കെ, അത് ഓക്കെയാണ്. MP ആരാ? നോക്കൂ, MP ഇമേജ് ഡിസ്റ്റൻസ് അല്ലേ ഇത്? അതെ, V ആണ്. PF ആരാ? നോക്കൂ, PF ഇതാ ഫോക്കൽ ലെങ്ത്, അതും ഓക്കെ. MP ആരാ? MPക്ക് നമുക്ക് MP ആണോ? അവിടെ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുന്നല്ലോ. MP ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. MP അല്ലത്, നമുക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. IMP. ഓക്കെ, ഇവിടെ IMF അല്ലേ? അത് MP അല്ല, ഇവിടെ MF ആണ്. IMFൽ ഇവിടെ ഞാൻ MP എന്നാണ് എഴുതിയത്. ഇത് MP അല്ല, MF ആണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് MP ബട്ട് MF. ശരിയാണ്. ഒന്നുകൂടി ആ ട്രയാങ്കിൾ നോക്കാം. IM ഡിവൈഡഡ് ബൈ MF എന്നാണ് എഴുതേണ്ടത് കേട്ടോ. MF. അപ്പോൾ ഹിയർ ആൾസോ ഇറ്റ് ഈസ് MF.
കൺഫ്യൂഷൻ ഇല്ലല്ലോ? യെസ്, ഓക്കെ. ഇനി നോക്കൂ, അപ്പോൾ ഇതിൽ എം എഫ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യു വി എഫ് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, എം എഫിനെ ഞാൻ എം പി മൈനസ് പി എഫ് എന്ന് എഴുതി കൂടെ, എം പി മൈനസ് പി എഫ്, അത് രണ്ടും റെലവൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷനെ മാറ്റി എഴുതാണ്. അത് നമുക്ക് എന്ത് എഴുതാം, ഓർ അതിനെഴുതുന്നു ബി പി ഡിവൈഡഡ് ബൈ എം പി ദാറ്റ് ഈസ് ഈക്വൽ ടു പി എഫ് ഡിവൈഡഡ് ബൈ എം എഫിനെ നമുക്ക് എന്ത് എഴുതാം, എം പി മൈനസ് പി എഫ്. റെഡി അല്ലേ? ഇപ്പോൾ ഇതിലുള്ളതൊക്കെ റെലവൻ്റ് ടേംസ് ആണ്. ഞാൻ അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തത് ഈ ഒരു ഡയഗ്രത്തിന് വേണ്ടി മാത്രമാണ് അല്ലേ, കോൺകേവ് മിറർ ഫോമിംഗ് റിയൽ ഇമേജിന് ഈ ഒരു ഡയഗ്രത്തിന് വേണ്ടി മാത്രമാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പറയാം, ഞാൻ ഈ ഇക്വേഷനെ ജനറലൈസ് ചെയ്യാൻ പോവാം. അതെങ്ങനെ? ഞാനന്ന് പറഞ്ഞ പോലെ യൂണിഫോം ഇട്ടെടുക്കുന്ന പരിപാടി, എല്ലാവർക്കും അപ്ലിക്കബിൾ ആവുന്ന ഒരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റാൻ പോവാണ്. അതിനാണ് ഞാൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. ബൈ സൈൻ കൺവെൻഷൻ, നോക്കൂ, ഇതൊരു സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിനൊന്ന് കളർ മാറ്റി കൊടുക്കുകയാണ്, കാരണം 3 സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുന്നത്. ബൈ സൈൻ കൺവെൻഷൻ ഓരോന്ന് നമുക്ക് എഴുതാം. ബി പി എന്ന് പറഞ്ഞത് ആരാ നോക്കൂ. ബി പി എന്ന് പറഞ്ഞാൽ അത് യു ആണ്. പക്ഷേ യു എന്ത് ചെയ്യുക, ലൈറ്റ് റൈസ് ഇവിടുന്ന് അങ്ങോട്ടല്ലേ പോണ്, ഇവിടുന്ന് അങ്ങോട്ട്. പക്ഷേ എല്ലാ ഡിസ്റ്റൻസ് പോളിന്നല്ലേ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോളിൽ നിന്ന് നോക്കൂ, ഒബ്ജക്റ്റിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ യു ആർ മൂവിങ് എഗെയിൻസ്റ്റ് ദ ഇൻസിഡൻറ്റ് ഓപ്പോസിറ്റിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ അതെന്താ, എന്ത് യു ആണ്, മൈനസ് യു. അടുത്ത ആൾ ഇതിലാരാ, എം പി. നോക്കൂ, എം പി ആരാ നോക്ക്, എം പി ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഇമേജ് ഡിസ്റ്റൻസ്, അപ്പോൾ എഗെയിൻ ഇമേജ് ഡിസ്റ്റൻസ് എവിടുന്ന മെഷർ ചെയ്യുക, പോളിൽ നിന്ന്. അപ്പോൾ പോളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ യു ആർ മൂവിങ് എഗെയിൻസ്റ്റ് ദ ഇൻസിഡൻറ്റ് അഗെയിൻ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മൈനസ് വി. നൗ നോക്കൂ, പി എഫ് എന്ന് പറഞ്ഞത് ഫോക്കൽ ലെങ്ത്, അതും പോളിൽ നിന്ന് മെഷർ ചെയ്യുന്നുണ്ട്. പോൾ ഉൾക്കൊള്ളുന്ന ഡിസ്റ്റൻസ് ഒക്കെ പോളിൽ നിന്ന് മെഷർ ചെയ്യണം. ആ പിയിൽ നിന്ന് എഫിലേക്ക് വരുമ്പോൾ യു ആർ മൂവിങ് എഗെയിൻസ്റ്റ് ദ ഇൻസിഡൻറ്റ് റേ, ദാറ്റ് ഈസ് ദിസ് ഈസ് മൈനസ് എഫ്. Now equation number 3 implies BP minus U divided by minus V, that is equal to minus F divided by minus V minus F. നോക്കൂ, ഇവിടെ നെഗറ്റീവ് നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ. ദാറ്റ് ഈസ് U by V that is equal to, ഇവിടെ മൈനസിനെ പുറത്തെടുത്ത് അതും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ F ഡിവൈഡഡ് ബൈ വി മൈനസ് എഫ് അല്ലേ, ഡിനോമിനേറ്ററിൽ എഫിനെ പുറത്തെടുത്ത്. എന്ന് വെച്ചാൽ നെഗറ്റീവ് വന്ന് നോക്കുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി എന്നർത്ഥം. എന്ന് വെച്ചാൽ ഈ കേസിൽ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കൂടി നമുക്ക് ആൻസർ മാറൂല എന്നാണ് ആ പറഞ്ഞതിൻ്റെ മീനിങ്. പക്ഷേ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യൽ നമുക്ക് വളരെ നിർബന്ധമാണ്, അത് മറക്കരുതേ, അത് പറയാം. ഓക്കെ, നോക്കൂ, ദിസ് ഈസ് കോൾഡ് മിറർ ഫോർമുല. കഴിഞ്ഞു, മിറർ ഫോർമുല ആക്ച്വലി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റൈലാക്കിയിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യാം എന്ന് മാത്രം. നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് നമുക്ക് ആ ഇക്വേഷനെ കൺവേർട്ട് ചെയ്യാം. ഇതിനെ മിറർ ഫോർമുല എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. ദിസ് ഈസ് മിറർ ഫോർമുല. ഞാനതിനെ ഒന്ന് മാറ്റി റീഅറേഞ്ച് ചെയ്യാൻ പോവാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. അപ്പോൾ യു വി മൈനസ് അല്ലേ യു എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു വി എഫ്. ഇനി നോക്കൂ, ഡിവൈഡിങ് ദിസ് ഇക്വേഷൻ ബൈ യു വി എഫ് ത്രൂ ഔട്ട് യു വി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിനെ യു വി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക, 1/f മൈനസ് ഇതിനെ 1/v ഈക്വൽ ടു ഇവിടെ എന്താ 1/u ഓർ 1/f ഈസ് ഈക്വൽ ടു, ഇയാളും കൂടി അപ്പുറത്ത് കൊണ്ടുപോവുക, 1/v പ്ലസ് 1/u. മനസ്സിലായോ? ക്ലിയർ അല്ലേ? റെഡിയാണല്ലോ? യെസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിറർ ഫോർമുല എന്ന് നമ്മൾ വിളിക്കുന്നത്. ദിസ് ഈസ് മിറർ ഫോർമുല. അപ്പോൾ മിറർ ഫോർമുല മനസ്സിലായല്ലോ? ദിസ് ഈസ് മിറർ ഫോർമുല. 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u, മിറർ ഫോർമുല. ഇക്വേഷൻ ബൈ ഹാർട്ടാക്കുക. 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തതിൻ്റെ എക്സാക്റ്റ് മീനിങ് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനൊന്ന് പറയാം.
സൈൻ കൺവെൻഷന് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് കോൺകേവ് മിറർ ഫോമിംഗ് റിയൽ ഇമേജിൻ്റെ ഡയഗ്രമല്ലേ വരച്ചിട്ടുള്ളത്. ഇവിടെ ഇതിന് പകരം കോൺകേവ് മിറർ ഫോമിംഗ് വെർച്വൽ ഇമേജിൻ്റെ ഡയഗ്രം വരച്ചിട്ട് ആണ് ഞാനിത് ചെയ്തതെങ്കിൽ എനിക്ക് ഇപ്പോൾ നോക്കൂ, ഈ കേസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും എനിക്കിതായിരുന്നു ഇവിടെ കിട്ടുക. നേരെ മറിച്ച് കോൺകേവ് മിററിൻ്റെ വെർച്വൽ ഇമേജിൻ്റെ ഡയഗ്രം വെച്ച് ഞാൻ ഡിറൈവ് ചെയ്തിട്ട് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിതല്ല കിട്ടുക, എനിക്ക് വേറൊരു സാധനം കിട്ടുക. വേണേൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കോൺവെക്സ് മിററിൻ്റെ ഡയഗ്രം വരച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാതെ ഡിറൈവ് ചെയ്താൽ എനിക്ക് ഇതുമല്ല കിട്ടുക, എനിക്ക് വേറൊരു സാധനം കിട്ടുക. അപ്പോൾ എന്താ സൈൻ കൺവെൻഷൻ പ്രത്യേകത അറിയോ? ഈ ഏത് കേസാണെങ്കിലും അവിടെയൊക്കെ നിങ്ങൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തോ, നിങ്ങൾക്ക് ഒറ്റയടിക്ക് അവരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരു സിംഗിൾ ഫോർമുലയിലേക്ക് ഇവരൊക്കെ മാറും. തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഗുണം എന്താണ്? അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഗുണം ഒരൊറ്റ സിംഗിൾ ഫോർമുലയിൽ നമുക്ക് ഈ കാര്യം കംപ്ലീറ്റ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഇവിടെ സൈൻ കൺവെൻഷൻ എങ്ങാണ് നമ്മൾ അപ്ലൈ ചെയ്യാതെ തന്നെ ചെയ്യുമെങ്കിൽ നമുക്ക് വ്യത്യസ്ത ഫോർമുലയാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് മിറർ ഫോർമുല അല്ലെങ്കിൽ ഗിവ് മിറർ ഫോർമുല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ എന്നോട് തിരിച്ചു ചോദിക്കാറിയോ? ഏത് കേസിലെ മിറർ ഫോർമുലയാണ് വേണ്ടത്? കോൺകേവ് മിറർ ഫോമിംഗ് റിയൽ ഇമേജിൻ്റെ കേസാണോ? കോൺകേവ് മിറർ ഫോമിംഗ് വെർച്വൽ ഇമേജിൻ്റെ കേസാണോ? അതല്ല കോൺവെക്സ് മിററിൻ്റെ കേസിലുള്ള ഏത് ഫോർമുലയാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് എന്നോട് തിരിച്ച് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. നേരെ മറിച്ച് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നതോടുകൂടി കാര്യങ്ങൾ എന്തായി? ഒരൊറ്റ സിംഗിൾ ഫോർമുല ക്യാൻ ഹാൻഡിൽ ഓൾ ദ ഡിഫറെൻറ്റ് കേസസ്. കോൺകേവ് മിറർ ഫോമിംഗ് റിയൽ ഇമേജിനും കോൺകേവ് മിറർ ഫോമിംഗ് വെർച്വൽ ഇമേജിനും കോൺവെക്സ് മിറർ ഫോമിംഗ് വെർച്വൽ ഇമേജിനൊക്കെ ഈ ഒരൊറ്റ ഇക്വേഷൻ നമുക്ക് അപ്ലിക്കബിൾ ആണ്. അതായിരുന്നു എന്തിനാണ് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച്. വിത്ത് എ കോമൺ ആക്സെപ്റ്റഡ് കൺവെൻഷൻ ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് എ സിംഗിൾ ഫോർമുല ഫോർ സ്ഫെറിക്കൽ മിറേഴ്സ് അതുപോലെ ലെൻസസിനും ക്യാൻ ഹാൻഡിൽ ഓൾ ഡിഫറെൻറ്റ് കേസസ്. ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസാണ്, എൻ്റെതല്ല. പക്ഷെ മീനിങ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അതല്ലെങ്കിൽ ഓരോ കേസിലും നമുക്ക് വ്യത്യസ്ത ഫോർമുല ആയിരിക്കും നമുക്ക് കിട്ടുക. അതിനാണ് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നത്. എന്തിനാണ് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലർ പറയും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മനസ്സിലാവാനാണ്, ഇൻഡയറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ എന്ന് മനസ്സിലാവാൻ. അതൊന്നുമല്ല, ഇതാണ് അതിൻ്റെ എക്സാക്റ്റ് റീസൺ നമുക്ക് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്. മറ്റൊക്കെ നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നത്. ആ മിറർ ഫോർമുല നിങ്ങൾ പഠിക്കുക. കൂടെ ഒന്നുകൂടെ ഞാനത് ഉറപ്പിച്ച് പറയാണ്. 1/f is equal to 1/v plus 1/u is derived here in the case of a concave mirror forming real image. ആ കേസിലാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. പക്ഷേ ബട്ട് സിൻസ് സൈൻ കൺവെൻഷൻ ഈസ് അപ്ലൈഡ് ദോസ് ഇക്വേഷൻസ് ഇവിടെ ദോസ് ഇല്ല, ദിസ് ഇക്വേഷൻ കേട്ടോ. ഞാൻ ദിസ് ഇക്വേഷൻ is equally applicable to concave or convex mirrors forming real or virtual images. മനസ്സിലായോ? ഇതിനാണ് നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ജനറൽ ഇക്വേഷനായി മാറി. എല്ലാ കേസിലേക്കും സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ എല്ലാ കേസിലേക്കും നിങ്ങൾക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നന്നായി പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഡിറൈവ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അടുത്ത ദിവസം നമ്മൾ മാഗ്നിഫിക്കേഷൻസ് ആണ് സംസാരിക്കുക. ലീനിയർ മാഗ്നിഫിക്കേഷൻ സംസാരിക്കുന്നത്. താങ്ക് യു.